നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നൈജു അജ്മുദ്ദീൻ. ഞാനൊരു ഓർത്തോപെഡിക് സർജനാണ്. കൊല്ലത്തെ ട്രാവൻകൂർ മെഡിസിറ്റി ഹോസ്പിറ്റലിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മളുടെ ഒരു പ്രധാന പ്രശ്നം വേദനയാണല്ലോ, അല്ലേ? എല്ലാവർക്കും വേദനയാണ്. അപ്പോൾ ഞങ്ങൾ തന്നെ ഒ പി ഡിയിലൊക്കെ നോക്കുമ്പോൾ ഏകദേശം ഞങ്ങളുടെ മുന്നിൽ വരുന്ന 90% ആൾക്കാരിൽ 10% ആൾക്കാർ മാത്രമേ ആയിരിക്കും വേറെ എന്തെങ്കിലും ഒരു പ്രത്യക്ഷ പ്രശ്നങ്ങൾ പറയുക. 90% ആൾക്കാരുടെ പ്രശ്നവും വേദനകളാണ്. വേദനകൾക്ക് മേൽ ആളുകൾ പഴക്കം പാഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വേദന മാറ്റാൻ പല ചികിത്സകൾ, പല ചികിത്സാ രീതികൾ, പല സ്ഥലങ്ങൾ, പല നാട്ടുവൈദ്യങ്ങൾ, കാട്ടിലെ ചികിത്സകൾ, മൈസൂർ, ബാംഗ്ലൂർ എല്ലായിടത്തും ഓടുകയാണ് വേദന എന്നുള്ള പ്രശ്നത്തിന് മേലുള്ള. അപ്പോൾ എങ്ങനെ വേദനകളെ നമുക്ക് സമീപിക്കാം? വളരെ പ്രാഥമികമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, പ്രാഥമികമായിട്ടുള്ള ലെവലുകളിൽ റിയാക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചാവട്ടെ ഇന്നത്തെ നമ്മളുടെ ചർച്ച. അപ്പോൾ വേദന എന്ന് പറഞ്ഞ പ്രശ്നം അത് ഏതുമായിക്കോട്ടെ, ശരീരത്തിൻ്റെ തലവേദന മുതൽ കാൽവേദന വരയ്ക്കും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കാത്തവരായിട്ട് നമ്മളിൽ ആരുമില്ല. വേദനകളെ എങ്ങനെ നമ്മൾ ഒരു പ്രഥമ ദൃഷ്ടിയാൽ സമീപിക്കുമെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് വേദന എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പ്രശ്നപരിഹാരം. വേദനയ്ക്കൊരു കാരണം കണ്ടുപിടിക്കുക. കാരണങ്ങളില്ലാത്ത വേദനകളുടെ പിറകിൽ ഓടിയാൽ നമുക്ക് കാരണവും കിട്ടില്ല, വേദനയും മാറില്ല. അപ്പോൾ വേദനകൾക്കുള്ള കാരണം കണ്ടുപിടിക്കലാവണം ഒരു വേദനയുമായിട്ട് സമീപിക്കുമ്പോൾ ഒരു ഡോക്ടറായാലും അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റായാലും പ്രാമുഖ്യം നൽകേണ്ടതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ വേദനയായിട്ട് നമ്മൾ സമീപിക്കുമ്പോൾ ഡോക്ടറിന് മുന്നിലാണെങ്കിൽ പേഷ്യൻ്റെ സൈഡിൽ വെച്ച് നോക്കുകയാണെങ്കിലും പ്രാഥമികമായിട്ട് ഒരു കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ ചെയ്യേണ്ട ഒരു പ്രശ്നം. അപ്പോൾ വേദനയ്ക്കുള്ള കാരണമാണ് ആദ്യത്തെ ചികിത്സ. കാരണമില്ലാതെ വേദനയ്ക്ക് പുറകിലുണ്ടാകുന്ന ചികിത്സകൾക്ക് വേദനയും നമുക്ക് മാറാറില്ല, അതിൻ്റെ കാരണവും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവാറില്ല. വീട്ടമ്മമാരെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പല ജോലികൾ ചെയ്യുന്ന വീട്ടമ്മമാർക്ക് കാലുവേദന, തലവേദന, കൈവേദന, ഒരുപാട് വേദനകളായിട്ട് അവർ നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാറുണ്ട്. എല്ലാ വേദനകളും വളരെ ഭീകരമായിട്ടുള്ള പ്രശ്നമായിട്ടാണ് പലപ്പോഴും നമ്മളുടെ മുന്നിൽ വരുന്ന പേഷ്യൻസ് പ്രസൻറ്റ് ചെയ്യാറുള്ളത്. എല്ലാ വേദനകളും മാരകമായിട്ടുള്ള പ്രശ്നങ്ങളുടെ സിംറ്റംസോ അല്ലെങ്കിൽ സിംബൽസോ ഒന്നും അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ വേദനകൾ തുടങ്ങുന്നു, ആ വേദനകൾക്ക് പിറകിൽ ഒരു കാരണം ഉണ്ടാവാമെന്ന് പേഷ്യൻ്റ് തന്നെ ധരിക്കുന്നു. അത് ആ കാരണം ഭീകരമായിട്ടുള്ളൊരു കാരണമാകുമോ എന്നുള്ള പേടിയിൽ പലപ്പോഴും അവർ ഒരു വൈദ്യസഹായം പോലും തേടാതെ ആ വേദനകൾ പേറി നടക്കുന്നൊരവസ്ഥകളൊക്കെ വരാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ മുട്ടിനൊരു വേദന വന്നു എന്ന് ഇനി എനിക്ക് മുട്ട് മാറ്റിവെക്കൽ മാത്രമേ ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ എന്ന് പേടിച്ചിട്ട് ആ വേദനയും പേറി നടക്കുന്ന ഒരുപാട് സ്ത്രീകളെ നമ്മൾ കണ്ടുവരാറുണ്ട്. എന്നാൽ 10-15 കൊല്ലമൊക്കെ അത്തരത്തിലുള്ള വേദനകൾ കൊണ്ട് നടന്ന് ശരിക്കും അവസാനം അത് മുട്ടിൻ്റെ ഒരു മോശാവസ്ഥയിൽ എത്തിപ്പെടുന്ന രോഗികളും ആ കൂട്ടത്തിൽ ഒരുപാട് പെടാറുണ്ട്. അപ്പോൾ വേദനയ്ക്കുള്ള കാരണം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് പ്രധാന പ്രശ്നം. ഏതൊരു വേദനയും നമുക്ക് പെട്ടെന്ന് കയറി നമുക്കൊരു വൈദ്യസഹായം എടുക്കേണ്ട സാഹചര്യങ്ങൾ പലപ്പോഴും കണ്ടുവരാറില്ല. വേദനയെ നമുക്ക് തന്നെ ആദ്യമേ ഒന്ന് മനസ്സിലാക്കാം. ഈ വേദനയ്ക്ക് എന്തായിരിക്കും കാരണം? ഞാൻ എന്ത് ചെയ്യുമ്പോഴാണ് ഈ വേദന ഉണ്ടാകുന്നത്? വേദനകൾക്ക് എന്തെങ്കിലും സമയദൈർഘ്യമുണ്ടോ? അല്ലെങ്കിൽ ഏത് സമയത്താണ് ഈ വേദന വരിക? അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറു പഠനം ഈ വേദനകളെക്കുറിച്ച് നമ്മൾ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് നമുക്കൊരു കാരണം മനസ്സിലാവും. ശരി, ഞാൻ ഇന്ന പ്രവൃത്തി ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ വേദന വരുന്നത്. ഒരു പക്ഷേ ആ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് ഈ വേദന വരുന്നത്. അപ്പോൾ പ്രവൃത്തിയിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ താരം ഒരുപാട് നേരം കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം, എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ വേദന ഉണ്ടാകുന്നത്. നമുക്ക് ആ ഇരുത്തയിൽ നിന്നൊന്ന് മാറി നിന്ന് നോക്കാം, വേദന മാറുന്നുണ്ടോ എന്ന് നോക്കാം. എന്നിട്ടും ആ വേദന മാറുന്നില്ല എങ്കിൽ ആന്തരികമായിട്ട് അല്ലെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പിന്നെ സംശയിച്ച് നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിത പ്രവൃത്തികൾ കൊണ്ടും എന്തെങ്കിലും ഒരു കാരണം നിങ്ങൾക്കുണ്ടാകുന്ന വേദനയ്ക്കുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കുക. അത് നിങ്ങളെ ചികിത്സിക്കാൻ പോകുന്ന ഡോക്ടറിനും അത്തരത്തിലുള്ള ഒരു മറുപടി വളരെ സഹായകരമാകും. അപ്പോൾ അത്തരത്തിലൊരു ഇനിഷ്യൽ അസസ്മെൻറ്റ് നമുക്ക് സ്വയമേ നമ്മുടെ ശരീരത്തിന് മേൽ തന്നെ ചെയ്ത് നോക്കുവാനും
അത് ഒരു പക്ഷേ ആ പ്രവൃത്തിയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ നിർബന്ധിതമായിട്ട് ആ പ്രവൃത്തിയിലേക്ക് പോകേണ്ട സാഹചര്യമല്ല, നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നൊരു പ്രവൃത്തിയാണെങ്കിൽ, ആ വേദന മാറുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ആ വേദനയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ചികിത്സാ രീതി. പിന്നീട് ആ വേദന റിക്കവർ ചെയ്യാമെങ്കിൽ മാത്രം നമുക്ക് വൈദ്യസഹായത്തിലേക്ക് പോയാൽ മതിയാകും. നേരെ മറിച്ച് എന്ത് സാഹചര്യമാറ്റം കൊണ്ടായിട്ടും ആ വേദന നിലനിൽക്കുന്നു, അതല്ലെങ്കിൽ നമ്മുടെ ജീവിത പ്രവർത്തനങ്ങളെ, ജീവിത സാഹചര്യങ്ങളെ അത് ബോദർ ചെയ്യുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് നമ്മളൊരു വൈദ്യസഹായം തേടേണ്ടതാണ്. വൈദ്യസഹായത്തിൽ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്, വൈദ്യനിൽ നിന്ന് അല്ലെങ്കിൽ ഡോക്ടറിൽ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഈ വേദന. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റിഗേറ്ററി മൊഡാലിറ്റീസ് ഉണ്ട്. എക്സ്റേ ഉണ്ട്, അൾട്രാസൗണ്ട്, MRI ഉണ്ട്. എല്ലാ വേദനകൾക്ക് പറയലും എല്ലാ വലിയ വലിയ ടെസ്റ്റുകളുമൊന്നും ഡോക്ടേഴ്സൊന്നും പ്രിസ്ക്രൈബ് ചെയ്യില്ല. പക്ഷേ ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ പരിപൂർണമായി മനസ്സിലാക്കാനും അംഗീകരിക്കാനും നമ്മളുടെ സമൂഹത്തിന് ഒരു മനസ്സുണ്ടാവണം. കാരണം ഇപ്പോൾ പലപ്പോഴും കണ്ടുവരുന്നത്, എന്തെങ്കിലും ഒരു ടെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായി ഡോക്ടർ ആ ടെസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ളൊരു സാഹചര്യം നിൽക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ഡോക്ടർമാർ ഇത്രയും ടെസ്റ്റ് ചെയ്തിരുന്നില്ല. പണ്ട് നാടി നോക്കി പിടിച്ചാൽ രോഗം കണ്ടുപിടിക്കും. സാഹചര്യം മാറി, കാലം മാറി, അവസ്ഥകൾ മാറി, ആഹാര രീതികൾ മാറി, അസുഖങ്ങൾ മാറി. അപ്പോൾ ഇന്ന് ഒരു പക്ഷേ ചിലപ്പോൾ ഞങ്ങൾക്ക് നൂതനമായിട്ടുള്ള ചികിത്സാ മേഖലകളിലുള്ള ഈ ഇൻവെസ്റ്റിഗേറ്ററി മൊഡാലിറ്റീസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യേണ്ട വന്നിരിക്കാം. അത് വരേണ്ട ആവശ്യമുണ്ട്, ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് ഒരു ഡോക്ടറിന് ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമാണ് ആ ഡോക്ടർ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അത്ര ഇൻവെസ്റ്റിഗേഷനിലേക്ക് നമുക്ക് ശരീരത്തിന് യാതൊരു ദോഷവുമില്ലാത്ത ഇൻവെസ്റ്റിഗേഷൻ ആണ് എന്ന് ഡോക്ടറിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോകാം, രോഗത്തിൻ്റെ കാരണം മനസ്സിലാകാം. അത്തരത്തിൽ നമ്മൾ സെർച്ച് ചെയ്യുകയോ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, ഇതിന് ഒരു കാരണമുണ്ടോ ഇല്ലയോ എന്ന് ആദ്യമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണമുണ്ടെങ്കിൽ അത് ഏത് തരം ചികിത്സയാണെന്ന് പിൻ പോയിൻ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. അതല്ലാത്ത പക്ഷം ഏതൊരു വേദനയ്ക്കും പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെ കുറേ വേദന സംഹാരങ്ങൾ നമ്മൾ കുറേ നാളുകൾ കഴിച്ചുകൊണ്ടിരിക്കും. ആ വേദനകൾ മാറും, വീണ്ടും വേദന സംഹാരം കഴിക്കും. അങ്ങനെ ഒരു പ്രവണതയിൽ പോകുമ്പോൾ വേറെ പല തരത്തിലുള്ള രോഗാവസ്ഥകളിലേക്ക് നമ്മുടെ ശരീരത്തിനെ കൊണ്ടുവരുത്തിക്കാം. അപ്പോൾ അത്തരത്തിൽ പോകാതെ ഡോക്ടറിന് തരാൻ പറ്റുന്ന ഉപദേശങ്ങളിൽ നിന്നും ഇൻവെസ്റ്റിഗേഷനിൽ നിന്നും നമ്മൾ വ്യക്തമായിട്ടുള്ളൊരു കാരണം മനസ്സിലാക്കിയാൽ തന്നെ വളരെ ലഘുവായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന്, വളരെ ലഘുവായിട്ടുള്ള ചികിത്സാ രീതികൾ കൊണ്ട് ഒരു പക്ഷേ നമ്മളുടെ വേദനകളെ നമുക്ക് മാറ്റിയെടുക്കും. 2, നമ്മുടെ മനസ്സിനൊരു സമാധാനവും കിട്ടും. കാരണം ഇത് വേറൊരു വലിയ പ്രശ്നമായിരുന്നു എന്ന് നമ്മൾ മനസ്സുകൊണ്ട് സങ്കല്പിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൽ നിന്ന് മാനസിക സമ്മർദ്ദം നമുക്ക് ഒരുപാട് മാറിക്കിട്ടാം. വളരെ നിസ്സാരമായിട്ടുള്ള പ്രശ്നം നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കണ്ടുവരുന്ന പല വേദനകളും, കുഞ്ഞുങ്ങളായാലും അഡൽട്സിനായാലും ഒക്കെ പല തരത്തിലുള്ള ശാരീരിക വേദനകൾ, കൈകാല് കഴപ്പ് വേദനകൾ, ഇതിനൊക്കെ ഒരു കാരണമായിട്ട് നമ്മൾ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി നമുക്ക് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ഈ വൈറ്റമിൻ D3 എന്ന് പറയുന്ന സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് സ്രോതസ്സായി കിട്ടേണ്ട ഈ ഒരു വൈറ്റമിൻ D3യുടെ ഡെഫിഷ്യൻസി ഇന്ന് ഈ തലമുറയ്ക്ക് പ്രശ്നമായി വരുന്നത് പുറലോകമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കുറവ് കൊണ്ട് തന്നെയാണ്. കാരണം സൂര്യപ്രകാശം കിട്ടുന്നില്ല. കുട്ടികളെല്ലാം ഇൻഡോർ ഗെയിംസിലാണ് നിൽക്കുന്നത്. പണ്ട് ഓടിയും ചാടിയും സാറ്റും മീൻ പിടിച്ചും വയലിലുമൊക്കെ ഓടി നടന്ന കുട്ടിക്കാലങ്ങൾ ഇന്നിപ്പോൾ നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് പറ്റായിക എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി. നമുക്കങ്ങനെ വയലുകളിൽ നമ്മളെ കുട്ടികളെ വിട്ട് കളിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം, വയലുകളില്ലാത്ത അവസ്ഥ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി കയറി വരുന്നു. ഒരുപാട് സ്ത്രീകളിലും പുരുഷന്മാരിലും ഇത് വരുന്നു. പുതിയ പഠനങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസീസ് പലതരത്തിലുള്ള വേദനകൾക്കും ശാരീരിക ക്ഷീണങ്ങൾക്കും മാനസിക സമ്മർദ്ദങ്ങൾക്ക് വരിക്കും കാരണമാകുന്നു എന്നൊക്കെയാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വേദന വളരെ നിസ്സാരമായിട്ടുള്ള ഈ ഒരു വൈറ്റമിൻ D3 എന്ന് പറയുന്ന ധാതുവിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുവരാം. വളരെ നിസ്സാരമായിട്ട് നമുക്ക് വൈറ്റമിൻ D3 സപ്ലിമെൻറ്റേഷൻസ് കൊണ്ട് കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ നവജാത ശിശുക്കൾക്കെല്ലാം പീഡിയാട്രീഷ്യൻസ് എല്ലാം 6 മാസം 1 കൊല്ലം ഒക്കെ വൈറ്റമിൻ D3 കൊടുക്കാറുണ്ട്. കാരണം ദേ ആർ ബോൺ ടു ഹാവ് എ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി എന്നുള്ളതാണ് പഠനം. അപ്പോൾ അത് അവരുടെ പ്രതിരോധത്തെയും അവരുടെ മാനസിക ശാരീരിക വളർച്ചകളെയൊക്കെ ബാധിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ വരുമ്പോൾ ഇങ്ങനെയുള്ള സപ്ലിമെൻറ്റേഷൻസ് കൊടുക്കുന്നു. അപ്പോൾ ഈ വേദനകളിൽ നിന്നെല്ലാം ചിലപ്പോൾ ഒരു പക്ഷേ വളരെ നിസ്സാരമായിട്ടുള്ള ഈ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസിയുടെ പ്രശ്നം പരിഹാരം കൊണ്ട് തന്നെ മാറും. അപ്പോൾ ഇത് എന്ത് കാരണം എന്ന് മനസ്സിലാക്കൽ വളരെ അത്യന്താപേക്ഷമുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മളെപ്പോഴും സംശയിക്കുന്ന പോലെയും ചിലപ്പോൾ മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുമൊക്കെ ഈ വേദനകൾ വരാം. പക്ഷേ കാരണം ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴുള്ള സാഹചര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഏർലി ആയിട്ടുള്ള ഡയഗ്നോസിസ്. നേരത്തെയുള്ള ഡയഗ്നോസിസിൽ നമുക്ക് വളരെ നിസ്സാരമായുള്ള ചികിത്സകളിലോ അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ചികിത്സകൾ കൊണ്ട് ഭേദപ്പെടാൻ പറ്റുന്ന അസുഖ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒരു ഗുരുതരാവസ്ഥയിലേക്ക് പോകാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കണ്ടെത്തേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ രോഗി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പേഷ്യൻസ് ആദ്യമേ നമുക്ക് ഒരു ധാരണ വേണ്ടത് വേദനയ്ക്കുള്ള കാരണം കണ്ടെത്തലാണ്. അത് വൈദ്യസഹായം തേടിയിട്ടാണെങ്കിലും സ്വയം അസസ്മെൻറ്റിലാണെങ്കിലും ആ ഒരു കാരണം തേടൽ വളരെ പ്രാഥമികമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അത്തരത്തിലൊരു സമീപനം
പല അനാവശ്യ ചികിത്സാ രീതികളിലേക്കും അനാവശ്യ ചികിത്സാ മേഖലകളിലേക്കുള്ള പഴക്കം പാച്ചിലിനെ നമ്മുടെ സമൂഹത്തിനെ കുറയ്ക്കാൻ കഴിയും. അതിൻ്റെ പാർശ്വഫലങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ പറ്റും. അതുമാത്രമല്ല, ചികിത്സിക്കുന്ന ഡോക്ടറിനും പ്രാഥമികമായിട്ട് തന്നെ ആദ്യ സ്റ്റേജിൽ തന്നെ അത്തരത്തിലുള്ള വേദനകൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതിനുള്ള ഒരു ഈസിനെസ് നമുക്ക് ഡോക്ടേഴ്സിനും കിട്ടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വേദനകൾ പിറവിലുള്ള ഓട്ടത്തെയും വേദനകൾ കൊണ്ടുള്ള ഒരു ഭീകര ചിന്താ മണ്ഡലങ്ങളെയൊക്കെ മാറ്റി വേദനകളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് മനസ്സിലാക്കലായിരിക്കണം വേദനയ്ക്ക് വേണ്ടുന്ന ആദ്യത്തെ ചികിത്സ. ഇതാണ് എനിക്ക് വേദനകളെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത്.